അസ്സലാമു അലൈക്കും. സൗദ വൈസിയാണ്. ഈ പറഞ്ഞതന്നെ അതിൻ്റെ യാഥാർത്ഥ്യം. ചിക്കിച്ചികഞ്ഞ് നോക്കിയാൽ സുപ്രഭാതത്തിനെതിരെ ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ അഖിലുകാരെന്ന് മുൻപ് അവകാശപ്പെട്ട പല ആളുകളും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരൊറ്റ നമ്മളെ നാടൻ മലപ്പുറം ഭാഷയിൽ നിങ്ങൾ എഴുതി വിട്ടതന്നെയാണ് അതിൻ്റെ ശരിയായ വശം. കുയിന്തും കുനിഷ്ടും വേറൊന്നുമില്ല. സുപ്രഭാതം എന്നും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പരസ്യം കൊടുത്തതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യമായിട്ടുള്ള വിഷയം. പരസ്യം കൊടുത്തപ്പോൾ 2014 മുതൽ സുപ്രഭാതം ഇറങ്ങിയത് മുതൽ പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ. അത് LDFൻ്റെ കൊടുക്കും, UDFൻ്റെ കൊടുക്കും, അതേപോലെ തന്നെ പാർട്ടികളുടേത് വ്യക്തിപരമായി കൊടുക്കും. പ്രാവശ്യം കോൺഗ്രസിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. പരസ്യം ആവശ്യമാണ് എന്ന് കരുതുന്നവരും പരസ്യം കൊടുത്താൽ പൈസ കൊടുക്കേണ്ടി വരുമെന്ന ബോധ്യവും അത് നടപ്പാക്കുന്ന ആളുകൾ പരസ്യം കൊടുക്കും. ചില ആൾക്കാർ പരസ്യം കൊടുക്കും, കായ് കൊടുക്കൂല. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഇപ്പോഴും 17 ലക്ഷം ഉറുപ്പ്യ സുപ്രഭാതത്തിന് കിട്ടാണ്ട്, ആ പേരും പറഞ്ഞ്, പരസ്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ എന്താ ചെയ്യാം? പിന്നെ പാരമ്പര്യം വലിപ്പത്തരം പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ആ പാരമ്പര്യത്തിലും ഇതിലൊക്കെ വലിയ അഭിമാനം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് പറയുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ പാരമ്പര്യത്തിന് നേരെ തിരിച്ചല്ല ഓരോ കാര്യങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ? പിന്നെപ്പോൾ എന്ന് പറഞ്ഞാൽ സുപ്രഭാതത്തിനോട് കുയിന്തും കുരിഷ്ടും അസൂയ ഇല്ലാതിരിക്കൂല. കാരണം എന്താ വെച്ചാൽ സുപ്രഭാതം 10 വർഷമായി. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ സുപ്രഭാതത്തിന് പ്രതിസന്ധി വന്നിട്ടില്ല. വിവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നക്കിക്കൊല്ലാനും ഞെക്കിക്കൊല്ലാനും ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സുപ്രഭാതം വളരെയാണ്. 6 എഡിഷനായിട്ടാണ് അത് ഉദ്ഘാടനം നടന്നത്. അത്ഭുതം തന്നെയല്ലേ അതൊക്കെ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 7ാമത്തെ എഡിഷൻ പാലക്കാട് തുടങ്ങണീൻ്റെ 7ാമത്തെ എഡിഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മറ്റൊരു പത്രക്കാരൻ ഞങ്ങളും അവിടെ തുടങ്ങുന്നതാണ്. തുടങ്ങിക്കോളി. സുപ്രഭാതത്തിൽ ഒരര വരി പോലും അതിനെതിരെ മുണ്ടിയിട്ടില്ലല്ലോ. ഇല്ല, ഓല് നടക്കട്ടെ, ഓൽക്കുണ്ടല്ലോ സ്വാതന്ത്ര്യം. ഇപ്പോൾ അതാ സുപ്രഭാതം അൽഹംദുലില്ലാ പ്രവാസികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് UAEയിലെ ഓരോ പ്രവാസികളുടെയും മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു വർത്താനാണ്, വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു വിഷയമാണ് സുപ്രഭാതം ഗൾഫ് എഡിഷൻ, 8ാമത് എഡിഷൻ UAEയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അൽഹംദുലില്ലാ, അണിയറ പ്രവർത്തകർ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. വലിയ ചർച്ചയല്ലോ. ഒരു 10 വർഷം മാത്രം പ്രായമുള്ള ഒരു പത്രത്തിൻ്റെ ഒരു എഡിഷൻ തുടങ്ങുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യാണ്. സുപ്രഭാതത്തിൻ്റെ പ്രസക്തി അതന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അതന്നെയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമയുടെ വാക്ക്, ആ പ്രഖ്യാപനം കാതോർക്കുകയാണ് കന്നഡ മക്കൾ. കർണാടകയിലെ സമസ്തയെ സ്നേഹിക്കുന്ന ആബാലവൃദ്ധം പൊതുസമൂഹം, ജനം ഉറപ്പാണ് ആ ഏറ്റെടുക്കും, കന്നഡയിൽ നിന്നും പ്രസിദ്ധീകരിക്കും. സുപ്രഭാതത്തിൻ്റെ കാര്യം അത്ഭുതം. നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കി. പലരും അങ്ങോട്ട് സുപ്രഭാതത്തിന് കൊടുക്കാമെന്നല്ലാതെ സുപ്രഭാതം അങ്ങോട്ടാർക്കും കൊടുക്കാനില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സുപ്രഭാതത്തിന് 120 മാസം സുപ്രഭാതം ശമ്പളം കൊടുത്തിട്ടുണ്ട് 10 വർഷത്തിൻ്റെ ഇടയിൽ. ഏതെങ്കിലും ഒരു മാസം ശമ്പളം വൈകിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഇവിടെ വലിയ വർത്താനം പറയണ, വലിയ വായിൽ വർത്താനം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഓലൊക്കെ ഓഫീസിൻ്റെ മുന്നിൽ പട്ടിണി സമരം നടക്കുകയാണ്. പട്ടിണി സമരം, ജീവനക്കാർ പട്ടിണി സമരം നടത്തുകയാണ്. ഞങ്ങൾ അധ്വാനിച്ചിൻ്റെ കായ് തരും മക്കളെ. പരസ്യത്തിൻ്റെ കായ് കൊടുക്കണില്ല എന്ന് മാത്രമല്ല, അവനാൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ആൾക്കാർ, ചെറുവിരലില്ലാത്ത ആൾക്കാർ, മുട്ടിൻ്റെ അവിടുന്നാണ്ട് കീഴ്പോട്ടില്ലാത്ത ആൾക്കാരാണ് ചെറുവിരലിന്മേ ഉണിര് കുത്തിയതിന് വച്ചിന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. സുപ്രഭാതം അന്നും ഇന്നും ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളും അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കോട്ടുമലട്ടി ബാപ്പു മുസ്ലിയാരും അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ 2 മഹാന്മാർ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ആശീർവാദത്തോട് കൂടെ ഉണ്ടാക്കിയൊരു പോളിസിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രഭാതം മുന്നോട്ട് പോകുന്നത്. ആ ഒരു ബർക്കത്തുള്ള ആൾക്കാർ തുടങ്ങിയതുകൊണ്ട് ആ ഒരു ബർക്കത്ത് ഉണ്ട് എന്നാണ് 100% സുന്നിയായ സമസ്തക്കാരെ വിശ്വാസം. അല്ലാത്തവരുണ്ടാകും. ഞാനും ആചാര്യ ആളാന്ന് പറഞ്ഞ് നടക്കണ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ സുന്നിയാറിന് നടക്കണത്. അങ്ങനത്തെ ഒരു ചിലപ്പോൾ ബർക്കത്തിൽ വിശ്വാസം ഉണ്ടാവില്ല.
കുരുത്തക്കേടിൽ വിശ്വാസമില്ലാത്ത കുറേ മൂല്യന്മാർ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ മൂല്യന്മാരെ പലരും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തോൽക്കും ഇതുണ്ടാവില്ല. ഇത് ബാപ്പൂജിയനും ഹൈദരലി തങ്ങളും ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടാക്കിയൊരു പോലീസിൻ്റെ അടിസ്ഥാനത്തിൽ പോകണോണ്ട് അതങ്ങനെ ഉണ്ടാകും. പക്ഷേ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ജീവനക്കാരോട് നിങ്ങൾ ചോദിക്കി എങ്ങനെ നടത്തിയതെന്ന്. സാധാരണക്കാരായ വാർത്ത വായിക്കുന്ന ആൾക്കാരോട് ചോദിക്കി സുപ്രഭാതത്തിൻ്റെ നിലപാട് എന്താണെന്ന്. അതുകൊണ്ടല്ലേ സുപ്രഭാതത്തിന് ഈ അംഗീകാരം. പല്ലും നഖവും ഉപയോഗിച്ച് സുപ്രഭാതത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എന്ത് ഓൽക്ക് കിട്ടി? അവനാൻ്റെത് നേരാക്കാതെ അവനാൻ്റെ കണ്ണിലെ കരട് അതെടുത്ത് ഒഴിവാക്കാതെ നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് അവനാൻ്റെ നേരാക്കാൻ പഠിക്കുക. എന്നിട്ട് കടമുള്ള കടങ്ങളൊക്കെ തീർക്കി. ഇന്ന് അതിനൊക്കെ പൈസ പിരിച്ചിട്ടുണ്ട്, അധികാരം കയ്യിലുണ്ട്, കോടിക്കണക്കിന് ഉറുപ്പ്യ സംഭാവനയായി സ്വീകരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെയും ഇവിടെയും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാനെന്നല്ലാതെ. സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നൊരു പത്രമാണ്. അപ്പം അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിലൊക്കെ നമുക്ക് ഏതായാലും നടക്കൂല. ഈ തഴി കെട്ടിയ മൂല്യന്മാരെ കൊണ്ട് ഇത് കൊണ്ടുനടക്കാൻ കഴിയൂല. 6 മാസമൊക്കെ അവധി പറഞ്ഞവരുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവസാനം യോഗം കൂടി ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി കോഴിക്കോട് ഭാഗത്തുള്ളൊരു ആജിയരും വേറൊരാളും കൂടി മലപ്പുറത്തൊരു വീട്ടിലൊരു പ്രമുഖൻ്റെ വീട്ടിൽ യോഗം ചേർന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളൊരു 2 സംസാരം അവിടെ നടന്നു. അവിടെ ഞങ്ങൾ ആ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പാണക്കാട് സാദാത്തുക്കളെ ഞങ്ങൾ നമ്മൾ തെറ്റിച്ചാൽ നടക്കണ്ട എന്ന് തീർത്ത് പറഞ്ഞു. അതിലും ഈ ആചാര്യ നീച്ചങ്ങാണ്ട് പിന്നെയും ബടബട പറഞ്ഞപ്പോൾ ഇരിക്കാചാര്യ അവിടെ എന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അറിയങ്ങൾ എന്താ അജണ്ട? സുപ്രഭാതത്തിനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറത്തൊരു പ്രമുഖൻ്റെ വീട്ടിൽ യോഗം ചേർന്നിട്ടുണ്ട്. അറിയങ്ങൾ ഇതൊന്നും നേരം തുടങ്ങിയ സൂക്കടൊന്നുമല്ല. ഓരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒറ്റൊന്നുള്ളൂ. പൊന്നാറിൻ്റെ മക്കളെ, നിങ്ങൾ അവനാൻ്റെ ഒന്ന് നേരാക്കി ആ ജീവനക്കാർക്കൊക്കെ ഒന്ന് ശരിക്കും ശമ്പളം കൊടുക്കി, ആ ജീവനക്കാരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കി, എന്നിട്ട് നിങ്ങൾ ആൾക്കാരെ കൊണ്ടെങ്കിലൊക്കെ ഒന്ന് വരുത്താൻ നോക്കി. അവനാൻ്റെ നേരാക്കിയാൽ നമ്മളെല്ലാവരും വരുത്തും. എന്നിട്ട് അതിൻ്റെ വലിപ്പത്തരം പറയും. അല്ലാതെ നാട്ടുകാർ വലുതാണ് കണ്ടിട്ട് പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഗുരുത്വവും പൊരുത്തവുമുള്ള ഉലമായിൻ്റെ ആശീർവാദത്തോടെ തുടങ്ങിയ സുപ്രഭാതത്തിൻ്റെ മേക്കെട്ട് അസൂയയും കുൻറ്റും വെച്ചിട്ട് ഞങ്ങൾ അയക്കുണ്ടാവില്ല, ഞങ്ങൾ ജീക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കാതെ അതിലൊക്കെ പങ്കെടുത്തിട്ട് ഈ സമുദായത്തെ ഒന്നിച്ച് നിർത്തി ഈ സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്താൻ നോക്കി. കുൻറ്റും കിബുറൊക്കെ അതിനൊന്നും ആയുസ് ഉണ്ടാവില്ല. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അത്രേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇത് കേട്ടപ്പോൾ ഇതിലിങ്ങനെ എഴുത്ത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാന്ന് മാത്രം. അല്ലാഹു തആല നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിനെ സഹായിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളെയും ഒക്കെ ഇസ്സത്തിലേക്ക് എത്തിക്കട്ടെ. അല്ലാഹു തആല സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ.